ഗായ്സ് ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒരു സണ്ണും മൂണും സ്റ്റാറും വരച്ചിട്ടുണ്ട് കേട്ടോ. 3 മൂലയ്ക്കായിട്ടാണേ വരച്ചേക്കണേ. ഒരു മൂല ഞാൻ വെറുതെ വിട്ടു. ഇതെൻ്റെ നൂലിൻ്റെ ബോക്സാണ്. അപ്പം ഞാൻ അതിന്ന് സണ്ണിനും മൂണിനും സ്റ്റാറിനും കൂടെ ഞാൻ യെല്ലോ ഷെയ്ഡിലുള്ള നൂലാണ് കേട്ടോ കൊടുക്കണേ. ഒത്തിരി നൂലുണ്ട്. ഇടക്കാലത്ത് വെച്ച് എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വട്ടുണ്ടായിരുന്നു, എംബ്രോയ്ഡറി ചെയ്യുന്ന വട്ടുണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പേപ്പറിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം തിന്നായിട്ടുള്ള സൂചി എടുക്കാൻ പാടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പേപ്പർ കീറിപ്പോവും. എത്ര കട്ടിയുള്ള പേപ്പറാണെന്ന് പറഞ്ഞാൽ അത് കീറിപ്പോവും. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കണുണ്ടേ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത് ആ ഷേപ്പ് വിട്ടു പോകരുത്. എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താലും എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും ആ ഷേപ്പ് വിട്ടു പോവാതെ നോക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തു. എൻ്റെ സൂര്യന് വലിയ മെനയൊന്നുമില്ല, എന്നാലും സാരമില്ല. ഇത് രണ്ടാമത്തെ പേപ്പറാണ്. രണ്ടാമത്തെ കാർഡ് ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ ഹാർട്ട് ബീറ്റ് പോണ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഞാനൊരു പേപ്പറിൽ വരച്ചായിരുന്നു, പക്ഷേ അത് സെറ്റായില്ല. ഞാൻ ലൈനൊക്കെ വരച്ചത് സെറ്റായി, പക്ഷേ അതൊരു സുഖം ഉണ്ടായിരുന്നില്ല. പോരായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേപ്പറിന് കുറച്ചുകൂടെ കട്ടി കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ മാറ്റി വരയ്ക്കാമെന്ന്, അങ്ങനെ വരച്ചതാണേ. അപ്പം ഞാനിതിൽ 2 ഷെയ്ഡ് നൂലാണ് എടുക്കണേ. കറുപ്പും ചുവപ്പുമാണ് എടുക്കണേ. കറുപ്പ് ഞാൻ ലൈനിനും ചുവപ്പ് ഞാൻ ഹാർട്ടിനാണ് കേട്ടോ കൊടുക്കണേ. ഇപ്പോൾ വരച്ചെടുത്തു, തച്ചെടുത്തു. ഇനി നമുക്ക് കോയിറ്റ്സ് ചെയ്ത് വിടാം. അപ്പോൾ അടുത്ത കാർഡ് സെറ്റ് ചെയ്യാം. അതിൽ ഞാനൊരു ഹേർട്ട് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബഡ്സിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തേക്കണത്. ഞാൻ നോക്കിയിട്ട് ഒരെണ്ണം കാണാനില്ല. എനിക്ക് സ്റ്റീലിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഈ ഷേപ്പിലുള്ള, പക്ഷെ അത് കാണാനില്ല. ഞാനത് വരച്ചെടുത്തു. അതിൽ ഞാൻ റെഡ് ഷെയ്ഡിലുള്ള നൂല് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണേ. സിക്സാഗായിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ആ ഷേപ്പ് പോവാണ്ട് നമ്മൾ എങ്ങനെ വേണേലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്ങോട്ട് വേണേലും നൂല് സ്റ്റിച്ച് ചെയ്യാം. എന്ന് വെച്ച് മെനയായിട്ട് രീതിക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നല്ല, പക്ഷേ ആ ഒരു ഷേപ്പ് വിട്ടു പോകരുത് എന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പെൻസിൽ വെച്ച് ആദ്യമേ ഞാൻ വരച്ച് വയ്ക്കണത്. എനിക്ക് എപ്പോഴും അബദ്ധം പറ്റും. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോഴത്തേക്ക് അവിടെ എവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പം ഞാനതിൽ എഴുതി കൊടുക്കണുണ്ടേ. ഗായ്സ്, അടുത്തത് ഞാൻ വരയ്ക്കണത് പയ്യാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ വയ്യ. നമ്മുടെ പൈ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ വരയ്ക്കുകയല്ല, അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടിയൊക്കെ വരച്ച് ഒരു ലവ് ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റെഡും ബ്ലാക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനതിൽ എഴുതി കൊടുക്കുവാണേ. അറിയാമല്ലോ, പൈയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, എവിടെയും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.